കാലനീതിയുടെ പുറപ്പാട്. മാരുതനന്ദനെ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാശാചരാധീശനോടാരോ മറിയാതെ ചെന്നു ചൊല്ലിയിടിനാൻ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തഗ്രഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമീഗ്രഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാണെന്ന പൂർണ്ണം തൊഴുതു സന്ത്രസ്തനായി. പൂണ്ടവനാ പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി. ആദ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൽ അർക്കോദയം വരും വേലുതരം ഇങ്ങനെന്നുള്ളുവാനെന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോടു ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊല്ലുവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശുലിടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാശ്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീട്ടിടിനാൻ. പിന്നെ പറയൂ മണിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനെ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണം അതിനു നീ നിന്നോട് വായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം. വല്ല കണക്കിലും നീ വരോ തീടണം. താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലിംഗേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കേ മരിപ്പാൻ മനകാരി എനിക്കേതുമില്ലൊരോ ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു ജീവിച്ചിരുന്നേട്ടു. ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം എന്തു ഫലം തവാ ജാനകിയെ കൊണ്ടും. ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടു എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമനു കൊണ്ടേ കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും. പ്രത്യുഷസുക്തായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേ കാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ. ആത്മനി കണ്ടു കണ്ടാത്മനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും. സാവരജംഗമജാതികളായുള്ള ദേവതേജൻ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മാസ്തംഭ പര്യന്തമായെന്തോ താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകത സ്വർഗ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം
ലോഹിതാശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണഹിംസാദികളോ. തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശത്താകുമാത്മാവിനെ അവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യഗണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരമേകൻ അവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വകം മായാഗുണാതിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിരാത്മാവിനെ സ്പഷ്ടമായി സദാ വീണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശോ ഏർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നോ വിമുക്തനായി. അദ്യ പ്രകൃതി വിമുക്തനാത്മാ വിധിജ്ഞാത്വാ നിരസ്താശയ ജിതകാമനായി. ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്കനീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തി പരവശേ. നിത്യം സഗുണനാം ദേവനെ ആശ്രയേ സത്യന്തശുദ്ധ്യ സ്വബുദ്ധ്യാ നിരന്തരം. ഹൃൽപത്മകർണികാ മധ്യേ സുവർണപീഠോൽപലേ രത്നഗണാചിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണാധനുർധരം. വീരാസനസ്ഥം വിശാലം വിലോചനമൈരാവതി തുല്യ പീതാംബരധരം ഹാരകിരീടകേയൂരാംഗതാംബുലീയോരു രത്നാഞ്ചിത കുണ്ടലാംഗൂരാചാരു കടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം. ശ്രീവത്സ വക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. നിർവഹൃതിസ്ഥിതം സർവാഹൃതിസ്ഥിതം സർവേശ്വരം പരം സർവവന്യം ശരണാഗതവത്സലം. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലോ ഉള്ളോരു കന്മഷമൊക്കെ നശിച്ചു പോ നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ. ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാവിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി കൈകളം ഛേദിപ്പതിനൊരു പെട്ടു ചൊല്ലിയിടിനാൽ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി വധം. കാലനേമി ക്ഷണാദാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷതാഭാവം ഇതുകൊണ്ടു കിംഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠേപ്പനുടെ സഞ്ചരിക്കുന്നു ധരിക്കനീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യത്തനായേൻ മണിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ വൃഷം ചെന്നിരുന്നാൻ മുനിവേഷമായി ദക്ഷണേ. കാണായുധാശ്രമം
മായാവിരചിതം നാനാമുനീജനാ സേവിതമായതും ശിഷ്യജന പരിചാരക സംയുതം മൃഷ്യാശ്രമം കണ്ടു വായുകനയനും ചിന്തിച്ചു നന്നാവിടെയൊരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കേണമെൻ മനോവിഭ്രമാമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു. കാണാം മഹൌഷധം നിൽക്കൂ മത്യുന്നതം ദ്രോണാചലം രഘോ പുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായകം വിസ്താരമാണ്ഡമായ ശ്രമമശ്രമം. രംഭാവന സക്കർജൂര കേരാപ്രാപി സമ്പൂർണം മത്യുച്ചതോയവാപീയുതം കാലനേമി ക്രിയാമാചാരണം തത്ര ശാലയിലെത്തി സദസ്യാദികളുതും. ഇന്ദ്രയാഗം ദൃഢമമ്മാറനുഷ്ഠിച്ചു ചന്ദ്രചൂട പ്രസാദം വരുത്തിയിടുവാൻ. ഭക്ത്യ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസ ശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജനഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പുറാനും തണ്ണീർ കുടിച്ചിടുവർ. എങ്ങോ ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരോതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്തം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഗ്രഹിക്കേണ്ട ഭവാനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും. ദിവ്യദശ കണ്ടറിഞ്ഞിരിക്കുന്നിതോ സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവാവീര നിരീക്ഷകരാകയ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. ഇത്തമാകർണ്യ ചൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേ ദാഹം അതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായു തനയനേവം ചൊന്ന നേരത്തോ മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുദാകാരനേവിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാമമാധികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതോ കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാനയച്ച വടുവിനോടും മുതാ. കണ്ണുമടച്ചു മാപീതകം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ. തിന്നു കളവാനൊരു പെട്ട നേരത്തോ കണ്ണു വിളിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹം ഉപേക്ഷിച്ചു മേൽപോട്ടു പോയതു ദേവിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാലീ മണിയെയും ചെയ്തു അപ്സര ശ്രീമണി വാദാത്മജനോട് ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യം ഉണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കവിവര.
മുന്നാമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാരീതിമേ നാമം മഹാമതി മാനിനാമീനിയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേ നീ മഹാഖരൻ രാവണ പ്രേരിതനായി വന്നേർന്നവൻ താവക മാർഗവിഘ്നം വരൂ തേടുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു. ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി പ്രഖ്യാത വംശമേമശേഷ മുടുക്കുക. താനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീരാകുശലം ഭവിക്കതേ. പോയാളിമണ്ണം പറഞ്ഞവൾ മാരുതേ മായാവിയാം കാലമേ തന്നംബികേ. ചൊന്നാനവനോടു ചൊന്നാനസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ കാലാമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ. ദക്ഷിണയും തന്നെ വിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാകെ കവിവരൻ ഒന്നടിച്ചാണതുകൊണ്ടവനും കഥാ ചെന്നു പൂക്കിയിടിനാൻ ധർമ്മരാജാലയം. ദിവ്യൌഷധ ഫലം ക്ഷീരാർണവത്തെയും ദ്രോണാജലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. ഔഷധാവാസ വൃഷഭാഗ്രിയും കണ്ടിതൌഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാനു കോപിച്ചു പർവ്വതത്തെ പറിച്ചേനാംഗബിംബം കണക്കേ പിടിച്ചവൻ. കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വെച്ചിട്ട് തീർത്തിയിടിനാൻ വമ്പടയ്ക്കന്നേരം. കൊണ്ടനേർ വർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിരേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷാമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നാമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലും നിരന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാനരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്രാനിയോഗേന രാക്ഷസ വാരാതിരിയിട്ടീടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. കുംഭനികുംഭവധം രാഘവന്മാരും മഹാകവിവീരരും ശോകാമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അക്കാകനയനോ മംഗതേനും കഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരൊക്കെ കടക്കാം മുറിക്കാം മതിലുകൾ വയ്ക്കാഗ്രഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുടരെ. കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരീരാവധി നിരത്തിടുക. മിക്കതും ഒക്കെയൊടുങ്ങി നിശാചരുൾക്കരുത്തുള്ളവരുന്നുണ്ടെങ്കിലോ ബന്ധു കുറഞ്ഞാൽ പുറത്തോ പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ പുള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വച്ചു തുടങ്ങിന. പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാശീസ കാഞ്ചനാരൂപ്യ താമ്രങ്ങളും ആയുധാശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനാശാലയും വാരണാവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാൻ അനാകുലം മാരുതി ചുട്ടടിലേറെ നന്നായി ചമച്ചൊരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാനും ആർത്തി മുഴുത്തു തെരുതരെ ചാകയും
മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ പൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതുമേത്രയും പാത്തോളം അത്ഭുതമെന്നോ പറയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേ ഗന്ധനുധന്യാഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാവിൻ നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു ചിന്താമുഴുത്തു ദശാനനാവീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകർന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നിഗംബനോ മന്നേരം മുമ്പിൽ ഞാനെന്നോ മുതിർന്നോ പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജങ്കനും എത്രയും വൻപുള്ള യുവാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള ഇമ്പം കലർന്നടുത്ത കവീവീരരും. രാത്രിയിലാക്കങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചനന്മാർ തെരുതര ചാകയും പൂർത്ത ശാസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ വേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മിടിച്ചും മങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്ന് ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ ഒരു താരഭിമാനം നടിച്ചും ഹരിച്ചും കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലാപുരി പുക്കിലേറ്റാരക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടറ്റാമകന്നോ കവി അമ്പുകൊണ്ടേറ്റം അകന്നോ കവികളും. കമ്പം കലമൊഴിച്ചോരത് കണ്ടത ജമ്പാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജങ്കനും. യുവാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരമംഗകൻ. കൗണവന്മാർ മൂവരോടും പൊരുതരി ക്ഷീണനായി വന്നിതു ബാലി തനയനും മൈഥനോ മാശോ വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം. കൊന്നാൻ പ്രജങ്കനെ താരേയനുമത പിന്നെയവണ്ണം വിവിധൻ മഹാബലൻ. കൊന്നിതു ശോണിത നേത്രനെയുമത മൈന്ദനും യുവാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പരാമാനരന്മാരൊക്കെ മണ്ണിനാർ. സുഗ്രീവനും തേരിലാമാറും ചാടി വീണുഗ്രഹയോടവൻ വിൽക്കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാനബ്ദിയിൽ. വാരാനിധിയും കലക്കി മറിച്ചതേ ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനോ അത് കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംബൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാഗിരി സിംഹനാദം ചെയ്തെടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ നികുംബനെ തക്ഷണേ. മാരുതി മാറിലടിച്ചാൻ നികുംബനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗത് പ്രാണപുത്രനും. പേടിച്ചു മണ്ടിന ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്ത കവീവീരരും. ലങ്കയിൽ പൊക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജമ്പാരി വൈര്യം ഭീതി പൂണ്ടിടിനാൻ. മകരാക്ഷവധം. പിന്നെ കരാത്മജന മകരാക്ഷനോട് അന്യൂനകോപേന ചൊല്ലാൻ ദശാനനൻ. ചെന്നു നീരാമാദികളെ ജയിച്ചെങ്ങു വന്നിടുന്ന നേരം മകരാക്ഷനും
തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടു മടുത്തു രണാങ്കണേ. വന്നകാതുല്യങ്ങളായ ശരങ്ങളെ വന്യനീലാകാരമായി ചൊരിഞ്ഞേടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനര ചെന്ന ഭയം കരികുന്നു രാമാന്തികേ. നിന്നു പറഞ്ഞതു കേട്ടളാവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കുടിയും കുടയും കുതിരയും തൽപ്പാണി തന്നീരുന്നോരു ചാപവും തേരും പൊടിപ്പെടുത്താനേതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലാമാറു ചാടി ശൂലവും കൊണ്ടു പാരാമടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തു മുട്ടു തീർത്തിയിടിനാൻ. രാവണേ താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി. രാവണനോടറിയിച്ചാനതു കേട്ടു ദേവാകുലാധകനാകിയ രാവണൻ. ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടാൻ. അപ്പോളതു കണ്ടു മേഘൈനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോഴടിയനരികളെ നിഗ്രഹിച്ചുൾപൂവിലുണ്ടായ സങ്കടം പോകുവൻ. അന്തപുരം പുക്കിരുന്നരുളിടുക സന്താപമുണ്ടാകരുതരു കാരണം. മായാസീതാവതം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാവത്സനോടിത്ത മുടത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയുടനന്തം വരുത്തുന്ന എത്ര നാളേക്കു പൊറുക്കണാമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത രാമഭദ്രസ്വാമി താനോ മരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാടാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ലായിലേവനും. ഞാനീവനോട് പോർ ചെയ്വനെല്ലാവരും ദീനതായെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണേ തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേടി വെച്ചുടൻ. പശ്ചിമാഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായിരു. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൺ നിർഭയം. അയ്യോ വിഭോ രാമരാമേ ദിവാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളേ ചേടിനാൾ. ചോരയും പാരിൽ പരന്നീതതു കണ്ടു മാരുതി ജാനകിയെന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവതം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും കഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിട്ടു മാറിയവൻ.
നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. ഇത്തമാകർണ്യാവിധിസുതനും കവി സപ്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്കണീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിന ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊല്ലതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിരോ മൈതിരി തന്നെ നാശവൃത്താന്തമപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചൂരഭൂത്തവൻ സൗമിത്രി തന്നോ താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ മന്നവൻ തൻ പദമഞ്ജനാപുത്രനും. ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സംജ്ഞരായൊക്കെ നിന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ദോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരീശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞോ വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരോമുണ്ടായി വരാ. മായാനിപുണനാം മേഘനീനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകേ. മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബലയിൽ ചെന്നു പൊക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതേ ഞാൻ കൊണ്ടു കണ്ടൊരു പാഴം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായി എന്നോ അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമി ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കാകയാനിതേ. ലക്ഷ്മണനും മടിയനും കവികുല മുഖ്യ പ്രവരരുമായിട്ടു പോകണം. ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ യാത്രയക്കേണമെന്നോ വിഭീഷണൻ. ചൊന്നതോ കേട്ടവാലസ്യവും തീർന്നു മന്നവൻ പോവാനനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും. സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്നനുഗ്രഹം നൽകിനാൻ. മേഘനാഥവധം. ലക്ഷ്മണനോടു മഹാകവിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നടൻ നീലനീന്ദ്രാത്മജാത്മജൻ കേസരീതാരനും ശൂരൻ വൃഷഭൻ ശരവൻ വിനതനും വീരൻ പ്രമാദി ശതബലി ജാംബവാൻ വാഗാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ രതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റു ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിരു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നിതുമ്പില പുക്കു നിറഞ്ഞിതു. നക്തഞ്ചരാവരന്മാരെ ചുഴലവേ നിർത്തിഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരും യായെടുത്തു കവികളും. ഏറ്റമേറും കൊണ്ടു വീണു തുടങ്ങിനാൽ അറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല. ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്നോ കൽപ്പിച്ചു രാവണി. വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിഞ്ഞടു തീടിനാൻ.
മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സമ്പന്നൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബലയാത്ര മേലേറി നിന്നു ദശാനനപുത്രനോ അന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില്ല ഹോമാമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്തു ഇവന്നി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ കൂടിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തു മധ്യർത്ഥമസ്ത്രങ്ങളെ കീഴിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതനും പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ കാശി വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാത് ദ്രവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനോ വൃത്യനായിങ്ങനെ. നിത്യവും വേല ചെയ്യുന്നതോ തീരാനായി എത്രയും നന്നത്രേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗിരിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാൻ ആസ്തയാതെ ചെയ്യുന്നതോ അത്ഭുതം എന്നതോ കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയുക നീ. വംശം ഒടിക്കുന്നതിനു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മനസ്സേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നു ഞാൻ അംശുമാനി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതൈവു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. കണ്ടുകൊള്ളല്ലായിരുന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാകുവാൻ. ഇത്രം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയോടെയുടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും. 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കേട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രേ കവചം നുറുക്കിയിട്ടിനാൻ. രക്താഭിഷിക്ത ശരീരകളായതോ നക്തഞ്ചരനും സുമിത്രാതനയനും. പാര മടുത്തു 5 ബാണം പ്രയോഗിച്ചു തേരും പൊളിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചതേ സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു പുരച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ട നജനം നേരം. ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റാമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ ഉക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതോ രാവണാപുത്രനും. ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതം നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസാ സംഭവനാദികൾ ചൊല്ലിനാർ.
പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതിനി ഉണ്ടാകലുമില്ല. കണ്ടാലും ഈദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ? ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൽ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതാമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംബൂരുഹം മനസേ. ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു ഭക്തി കണ്ട ഭജൻ കണ്ടവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തര തൂണിയിൽ വന്നു കുക്കൂശരം. ചിന്തിച്ചുറപ്പിച്ചയച്ചാനതും ചെന്നു പങ്ക്തി കണ്ടാൽ ഭജൻ കണ്ടവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാ തൂണിയിൽ വന്നു കുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സംഘതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രായി താനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. തപസന്മാരും ഗഗനാചരന്മാരും ദുന്ദുഭീനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിരാശു വിരിഞ്ചനോ മന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുകർന്നീടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണീ യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയുക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലീ ദശഗ്രീവനും. രാവണവിലാപം. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതേ. ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാ ഹാ സുകുമാര വീരമനോഹര. മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതോ മുട്ടു സുമുഖമിതെന്നോ മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായതോ. നമ്മയും പേടിയില്ലാർക്കോ നീ മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതോ ജാനകി തന്നെ കാരണമെന്നതോ കൊണ്ടു ഞാൻ. കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖ മടങ്ങുകയില്ലമേ. ഖഡ്ഗവോ മോങ്ങി ചിരിച്ചലറിത്തത്ര ദർഭമേ ചീടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാ രാവണനെ കണ്ടു വീതയായത്രയും വേപതൂകാക്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുഭാർഷൻ നയജ്ഞനത്തുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലാനെന്നു ജഗത്രയാ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതേനപതല്ലോർക്കിൽ ഗുഹനും അനന്തനും.
ദേവദേവേശ്വരനായ പുരവൈ സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ, ത്രൈലോക്യവന്ധ്യനാം പുണ്യാജനാധിപൻ, സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ, വാമദേവാദിവാസാത്മാ ജിതേന്ദ്രിയൻ, വേദവിദ്യാവൃത സ്നാന പരായണൻ, ഭുക്തവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരേ നന്നു നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും. സ്ത്രീപദമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവരാ പ്രഭോമയാ സാധം വിരവോട് പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസാതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശൻ പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയും ആശയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിടു രാവണൻ നിന്നുപോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘൂത്തമൻ ബാണങ്ങളെ ചെയ്തു ഭിന്നമാക്കിയിടാൻ രാവണാദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ഭൂക്കനന്തരം. പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ഭൂക്കനന്തരം. പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ഭൂക്കനന്തരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായകം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിദിതമൗദിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.